ഹലോ വെൽക്കം ടു Aamis ഫാം 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് ഹസ്റ്ററിയ ഇറ്റ്സ് എ ഫാക്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ട് വിത്ത് മീനിങ്സ് ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആക്ടിവിറ്റീസിന് ഒരു ചെറിയ പോർഷനും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വാച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലാഗ് ആയിട്ടുണ്ട്, കുറച്ച് പോർഷൻസ് അതെന്തായാലും അപ്ഡേറ്റ് ആയിട്ട് നമ്മളിതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് ഹൈസ്റ്റേറിയ ഇറ്റ്സ് എ ഫാക്ട്. ഈ ഒരു ഹസ്റ്റേറിയ എന്ന് പറഞ്ഞാൽ തോന്നലാണ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഒരു തോന്നലല്ല, പക്ഷേ അത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു അറിവാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു കാര്യമാണ് എന്നൊക്കെയാണ് ആ ചാപ്റ്ററിന് ഒരു ഹെഡിങ് തരുന്നത് കേട്ടോ. അതിന് മുൻപായിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോ ലോങ്ങർ സം ഫോർ ഓഫ് പ്രോബ്ലം. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ, ഇറ്റ് ഈസ് ഹാപ്പനിങ് നൗ. ബരാക് ഒബാമ. അപ്പോൾ ബരാക് ഒബാമ പറഞ്ഞാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോബ്ലം അല്ല, അല്ലെങ്കിൽ എന്താ എവിടെയോ നടക്കുന്നൊരു കാര്യമല്ല, അതൊക്കെ നമ്മുടെ എവിടെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി എല്ലാവരും ബോധവാനാണോ? അല്ല. മഴ വരുന്നുണ്ട്, കടലിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ നിർദ്ദേശങ്ങൾ തരുമ്പോഴും പോകുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് എന്താണ്, ഓരോ ആൾക്കാരുടെ ജീവനുകൾ പോകുന്നുണ്ട്. നമുക്കതെന്താണ്, വേറെ ഏതോ അന്യഗ്രഹത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളതിനെ കരുതുന്നത്. Let's hear the speech delivered at the UN Climate Summit by ലിയോണാർഡോ ഡിക്കാപ്രിയോ. ഈ ലിയോണാർഡോ ഡിക്കാപ്രിയോ എന്ന് പറയുന്നത് നമുക്കറിയാം ടൈറ്റാനിക് ഫിലിമിലെ ആക്ടറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു ഉന്നതതല സമ്മേളനത്തിൻ്റെ അന്ന് സംസാരിച്ച ഒരു സ്പീച്ച് നമുക്കൊന്ന് കേൾക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിക്ക് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. താങ്ക് യു മിസ്റ്റർ സെക്രട്ടറി ജനറൽ, യുവർ എക്സലൻസീസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഗസ്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അവിടെ ഹോണേർഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരോടും ആൾ താങ്ക്സ് പറയുന്നുണ്ട്. ഐ ആം ഹോണേർഡ് ടു ബി ഹിയർ ടുഡേ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിൽ അഭിമാനിക്കുന്നു. ഐ സ്റ്റാൻഡ് ബിഫോർ യു നോട്ട് ആസ് ആൻ എക്സ്പേർട്ട് ബട്ട് ആസ് എ കൺസേൺഡ് സിറ്റിസൺ. അപ്പം ഞാനിവിടെ എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്പേർട്ടായിട്ടല്ല, എല്ലാം തികഞ്ഞൊരാളായിട്ടല്ല നിൽക്കുന്നത്, മറിച്ച് എങ്ങനെയാണ്, ബട്ട് ആസ് എ കൺസേൺഡ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആശങ്ക, ടെൻഷനുള്ള ഒരു സിറ്റിസണായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ കാര്യത്തിലും എനിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് കരുതുന്ന ഒരു സിറ്റിസണായിട്ട്, പൗരനായിട്ടാണ് ഞാനിവിടെ നിന്ന് നിൽക്കുന്നത്. വൺ ഓഫ് ദ 4 lakh people who marched in the streets of New York on Sunday and the billions of others around the world who want to solve our climate crisis. അപ്പോൾ നമ്മുടെ അവിടെ 4 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂയോർക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ട്രീറ്റിൽ ഇങ്ങനെ മാർച്ച് ചെയ്തിട്ട് ജാഥ പോലെ നടക്കുന്നുണ്ട്. ആൻഡ് ദ ബില്യൺസ് ഓഫ് അതേഴ്സ് അറൗണ്ട് ദ വേൾഡ്. അതുപോലെ തന്നെ നമ്മുടെ വേൾഡിൻ്റെ പല സ്ഥലത്തായിട്ട് ബില്യൺസ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, 10 കോടി ആൾക്കാർ എന്ന് പറയുന്നത്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, ബില്യൺ എന്ന് പറഞ്ഞാൽ 10 കോടി. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് അവരൊക്കെ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ മാർച്ച് നടത്തുന്നത്? ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി. അപ്പം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് കാരണം, കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികൾക്കും ഒരു അറുതി വരുത്താനാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ മാർച്ച് നടത്തുന്നത്. ആസ് ആൻ ആക്ടർ ഐ പ്രിറ്റൻഡ് ഫോർ എ ലിവിങ്. ഒരു നടൻ എന്ന രീതിയിൽ പ്രിട്ടൻഡ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്. ഐ പ്ലേ ഫിക്ടീഷ്യസ് ക്യാരക്ടേഴ്സ് ഓഫൺ സോൾവിങ് ഫിക്ടീഷ്യസ് പ്രോബ്ലം. ഫിക്ടീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാങ്കല്പികമായിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പം നമുക്കറിയാം ഒരു സിനിമയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അത് സോൾവ് ചെയ്യാനാണ് നമ്മുടെ നായികമാരെത്തുക. അപ്പോൾ സാങ്കല്പികമായിട്ടുള്ള ഓരോ പ്രോബ്ലംസ്, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാങ്കല്പികമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട്, ഒരു കഥാപാത്രമായിട്ട് മാറുകയാണ് ഞാൻ. ഐ ബിലീവ് മാൻകൈൻഡ് ഹാസ് ലുക്ക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദാറ്റ് സെയിം വേ ആസ് ഇഫ് ഇറ്റ് വേർ എ ഫിക്ഷൻ. എല്ലാവരും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ, നമ്മൾ പറഞ്ഞു ആ ഒരു ആക്ടർ എല്ലാതും സാങ്കല്പികമായ പ്രശ്നങ്ങൾ, സാങ്കല്പികമായ കഥാപാത്രമായിട്ട് മാറുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്, ഇന്നും ഇങ്ങനെ ഒരു കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനുഷ്യരെന്താ വിചാരിക്കുന്നത്, ഇതെല്ലാം സാങ്കല്പികം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഹാപ്പനിങ് ടു സം വൺ എൽസ് പ്ലാനറ്റ്. വേറെ ഏതോ പ്ലാനറ്റിലെ, വേറെ ഏതോ എർത്തിലോ മൂണിലോ മാർസിലോ വേറെ എവിടെയോ ഇത് നടക്കുന്നുണ്ട് എന്ന വിചാരത്തിലാണ് ഇരിക്കുന്നത്. ആസ് ഇഫ് പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാസ് ഇൻ റിയൽ.
വുഡ് സം ഹൗ മേക്ക് ഇറ്റ് ഗോ എവേ. അപ്പോൾ ഇത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് റിയൽ ആണ് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. മഴ വരുന്നു, പിന്നെ അപ്പം തന്നെ വെയിലാവുന്നു. ഇപ്പം അറിയാം, നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. മഴ വന്ന് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വെയിൽ വരുന്നുണ്ട്. ഈ ഒരു കാലാവസ്ഥയുടെ മാറ്റം ആളുകളിൽ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ഒരു നാളേക്ക് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്നത്തെ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്, ഇതൊക്കെ സ്വാഭാവികമാണ്, അല്ലെങ്കിൽ ഒരു മഴ വന്നു ഒരു വെയിൽ വന്നു, അവരതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അത് വേറെ എവിടെയോ നടക്കുന്ന പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, കരുതുന്നത്. ഒരു സാങ്കല്പികമായി നടക്കുന്ന ഒരു ക്ലൈമറ്റ് പോലെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ബട്ട് ഐ തിങ്ക് വി നോ ബെറ്റർ ദാൻ ദാറ്റ്. പക്ഷേ എനിക്കറിയാം, നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാം. എവറി വീക്ക് വി ആർ സീയിങ് ന്യൂ ആൻഡ് അൺഡിനേബിൾ ക്ലൈമറ്റ് ഇവൻറ്റ്. നിഷേധിക്കാനാവാത്ത, അതാണ് അൺഡിനേബിൾ എന്ന് പറയുന്നത്. നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഓരോ ക്ലൈമറ്റിൽ, കാലാവസ്ഥയിൽ ഓരോ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മഴ, വെയിൽ, അങ്ങനെ പല പല കാര്യങ്ങൾ ഈ ഒരു കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഓരോ ആഴ്ചയിലും, അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എവിഡൻസ് ദാറ്റ് ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ഹിയർ നൗ. ഇതൊക്കെ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ ഇവിടെ ഓരോ ടൈമിലും ഓരോ സെക്കൻഡ്സിലും നടക്കുന്നുണ്ട് എന്നതിനുള്ള എവിഡൻസ്, തെളിവാണ്. We know that drought are intensifying, our oceans are warming and acidifying, with methane plumes rising up from beneath the ocean floor. നമുക്കറിയാം എന്താണ് തീവ്രമായിട്ടുള്ള, ഇൻറ്റൻസിഫൈങ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള, ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വരൾച്ച നമ്മളിവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്, അവർ ഓഷ്യൻസ് ആർ വാമിങ്. എങ്ങനെയാണ് നമ്മുടെ ഓഷ്യൻസ് ചൂട് പിടിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല ആസിഡിഫൈങ് ആവുന്നുണ്ട്. വിത്ത് എന്തുകൊണ്ട്, മീത്തൈൻ പ്ലംസ്, ഈ മീത്തൈൻ്റെ കുമിളകൾ ഇങ്ങനെ റൈസ് ചെയ്യുമ്പോൾ എവിടെ, നമ്മുടെ ഓഷ്യൻ്റെ ഫ്ലോറിൽ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു വരൾച്ചയും കാര്യങ്ങളും ഉണ്ടാകുന്നത്. വെള്ളം ഇല്ലാത്ത അവസ്ഥേനെയാണ് വരൾച്ച എന്ന് പറയുന്നത്. വി ആർ സീയിങ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. ഒരു വെതർ, ഒരു മഴയാണെന്ന് വെച്ചാൽ ചെറിയൊരു മഴ വന്നു പോവുക, അല്ലെങ്കിൽ ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു മഴ വന്നു പോവുക എന്നല്ല, നല്ല രീതിയിൽ മഴ വന്നു പോവുക. ചൂടാണെങ്കിൽ നല്ല ചൂട്, അങ്ങനെ എക്സ്ട്രീം, എല്ലാത്തിൻ്റെയും ഏറ്റവും ഭയാനകമായ അവസ്ഥയിലാണ് എത്തുന്നത്. വി ആർ സീയിങ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. ഏതൊക്കെയാണ്, ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഇൻ ദ വെസ്റ്റ് അന്റാർട്ടിക്ക ആൻഡ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് മെൽറ്റിംഗ് അറ്റ് അൺപ്രസിഡൻറ്റഡ് റേറ്റ് ഡീക്കേഡ്സ് അഹെഡ് ഓഫ് സയൻറ്റിഫിക് പ്രൊജക്ഷൻ. അപ്പോൾ ഈ ഒരു ഗ്രീൻലാൻഡ്സ്, അതിൻ്റെ ഐസ് ഷീറ്റ്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത്, അൺപ്രസിഡൻറ്റഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപൂർവമായിട്ട്, ഡീക്കേഡ്സ് എന്താണ്, പതിറ്റാണ്ടുകളായിട്ട് നിൽക്കുന്ന ഓരോന്നിനും വരെ ഇങ്ങനെയുള്ള ഓരോ ദോഷങ്ങൾ വന്നാണ്. എങ്ങനെ, ഈ ഒരു വെതർ കണ്ടീഷന് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ. നൺ ഓഫ് ദിസ് ഈസ് റിട്ടോറിക് ആൻഡ് നൺ ഓഫ് ഇറ്റ് ഈസ് ഹസ്റ്റേറിയ. അപ്പോൾ ഒന്നും സാഹിത്യ വിഷയമായിട്ട്, അല്ലെങ്കിൽ ഒരു സാഹിത്യമായിട്ട് പറയേണ്ട കാര്യങ്ങളല്ല. അതുമാത്രമല്ല നമ്മുടെയൊക്കെ തോന്നലുകളും അല്ല, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് ഇവിടെയുള്ള ഓരോ സാധനങ്ങളും നശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഫാക്റ്റ്. എന്താണ്, അത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു വിഷയമാണ്. ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നോൺ ഇറ്റ്, ദ ഇൻഡസ്ട്രി നോസ് ഇറ്റ്. അപ്പോൾ ആർക്കൊക്കെ അറിയാം, നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റീസിന് അറിയാം. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇതിനൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് അറിയാം. അതുമാത്രമല്ല ഇൻഡസ്ട്രീസ്, പല പല ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്, നമുക്കറിയാം നമ്മുടെ ഓസോൺ പാളികളിലെ ഓരോ വിള്ളലുകൾ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫാക്ടറീസ് ആയാലും എന്തായാലും മലിനമാക്കുന്നത് നമ്മുടെ വായു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലെ വരൾച്ച വരാനുള്ള കാര്യങ്ങൾ എന്താണ്, മരങ്ങളില്ല കൂടുതൽ, അതുകൊണ്ട് മഴ പെയ്താലും ഒലിച്ച് എങ്ങോട്ടോ പോകുന്നു. അതല്ലാതെ മണ്ണിലേക്ക് അത് വേരുകൾ വലിച്ചെടുക്കുന്നില്ല, മരങ്ങളില്ലാത്ത കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഗവൺമെൻറ് നോസ് ഇറ്റ്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിനും ഇതൊക്കെ അറിയാം. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെഡ്. അപ്പോൾ എന്താണ്, ഇത് നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സുരക്ഷിതത്വം, നമ്മുടെ സുരക്ഷിതത്വത്തിന് അതൊരു ഭീഷണിയാണ്. My friends, this body, perhaps more than any other gathering in human history, now faces this difficulties but achievable task. അപ്പോൾ പെർഹാപ്സ്, ഒരു പക്ഷേ, ഫ്രണ്ട്സിനോട് പറയണം. ഇപ്പം അവൻ എന്താ പറയുന്നത്, അദ്ദേഹം ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നതാണ്, എൻ്റെ ഫ്രണ്ട്സ്, ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് നൗ ഫേസ് ദിസ് ഡിഫിക്കൽറ്റി ബട്ട് അച്ചീവബിൾ ടാസ്ക്, ഈ ഒരു ഡിഫിക്കൽട്ടീനെ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. അച്ചീവ് ചെയ്യാൻ, നേടാൻ പറ്റുന്നൊരു ടാസ്ക്കാണിത്. യു ക്യാൻ മേക്ക് ഹിസ്റ്ററി ഓർ യു വിൽ ബി വിലിഫൈഡ് ബൈ ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളേക്കായിട്ട് ഒരു ഹിസ്റ്ററി ഉണ്ടാക്കാം. നമ്മളിപ്പോൾ പറയാറില്ലേ, ഗാന്ധിജി അതുപോലെയായിട്ടുള്ള മഹാന്മാരാണ് നമുക്ക് ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ഒരു ഹിസ്റ്ററി നമ്മൾ ആലോചിക്കാറുണ്ട്. അതുപോലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച്
പ്രവർത്തിച്ചുകൊണ്ട് ഒരു ഹിസ്റ്ററി നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഓർ യു വിൽ ബി വില്ലിഫൈഡ് ബൈ ഇറ്റ്, അല്ലെങ്കിൽ എന്താണ്, ഇതോടുകൂടി നിങ്ങൾക്ക് ചീത്തയാവാം, നശിക്കാം. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഈ ഒരു കാര്യങ്ങളിൽ വന്നിട്ട് എന്താ പറയുക, ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ട് നശിക്കാം. To be clear, this is not about just telling people to change their light bulb or to buy a hybrid car. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ലൈറ്റ് ബൾബ്സൊക്കെ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടണം എന്നല്ല, നിങ്ങളോടൊരു വലിയ വിലപിടിപ്പുള്ള കാറുകൾ മേടിക്കണമെന്നല്ല. ദിസ് ഡിസാസ്റ്റർ ഹാസ് ഗ്രോൺ ബിയോണ്ട് ദ ചോയ്സസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മേക്ക്. നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഓരോ മാറ്റങ്ങളും വലിയ വലിയ അപകടങ്ങളിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് നൗ അബൌട്ട് അവർ ഇൻഡസ്ട്രീസ് ആൻഡ് അവർ ഗവൺമെൻറ് അറൗണ്ട് ദ വേൾഡ് ടേക്കിംഗ് ഡിസിസീവ് ലാർജ് സ്കെയിൽ ആക്ഷൻ. അപ്പം ദിസ് ഈസ് നൗ അബൌട്ട് അവർ ഇൻഡസ്ട്രീസ് ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രീസും നമ്മുടെ ഗവൺമെൻറ് സർക്കാരിനോടും അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദ വേൾഡ് ടേക്കിംഗ് ഡിസിസീവ് ലാർജ് സ്കെയിൽ ആക്ഷൻ. ഇതിനെതിരെയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾക്കെതിരായിട്ട് നമ്മൾ എന്ത് വേണം, നല്ല ഡിസിഷൻസ് എടുക്കണം. ലാർജ് സ്കെയിൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ വലിയ തോതിൽ തന്നെ, ചെറിയ തോതിൽ എടുത്താൽ പോരെ, വലിയ തോതിൽ തന്നെ. അല്ലെങ്കിൽ വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മനുഷ്യജീവനെല്ലാം അപകടമായിട്ട് തീരും. ഐ ആം നോട്ട് എ സയൻറ്റിസ്റ്റ്, ഞാനൊരു ശാസ്ത്രജ്ഞനല്ല. ബട്ട് ഐ ഡോണ്ട് നീഡ് ടു ബി, എനിക്ക് അങ്ങനെ ആവും വേണ്ട. ബിക്കോസ് ദ വേൾഡ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഹാസ് സ്പോക്കൺ ആൻഡ് ദേ ഹാവ് ഗിവൻ അസ് അവർ പ്രൊഗ്നോസിസ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ സയൻറ്റിസ്റ്റുകളെല്ലാം ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞിട്ടുമുണ്ട്. എന്ത് പ്രൊഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് പ്രവചനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇഫ് വി ഡു നോട്ട് ആക്ട് ടുഗദർ വി വിൽ ഷുവർലി പെറിഷ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ, പെറിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകും. നൗ ഈസ് അവർ മൊമെൻറ്റ് ഫോർ ആക്ഷൻ. ഇനി നമ്മുടെ മൊമെൻ്റാണ്, നമ്മുടെ നിമിഷങ്ങളാണ്. എന്തിന്? ഫോർ ആക്ഷൻ, ഫോർ പ്രവർത്തിച്ച് കാണിക്കുക. We need to put a price tag on carbon emissions and eliminate government subsidy for coal, gas and ഓയിൽ കമ്പനീസ്. ഇനി നമ്മൾ വേണം കാർബൺ എമിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഫാക്ടറിയിൽ നിന്ന്, ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ കാർബൺസ് ഇങ്ങനെ പുറത്ത് വിടുന്നുണ്ട്, നമുക്കറിയാതെ. പല രീതിയിലുള്ള ഫ്യൂവൽസ് ഇതുപോലെ തന്നെ പലതും പുറത്ത് വിടുന്നുണ്ട്, പല ഗ്യാസസ് ടൈപ്സും. അതിനൊക്കെ നമ്മൾ എന്ത് വേണം, പ്രൈസ് ടാഗ് ഇടണം. ഇത്ര അംശം പോകുകയാണെങ്കിൽ ഇത്ര നിങ്ങൾ പ്രൈസ് അടയ്ക്കണം എന്നുള്ള രീതിയിൽ. ആൻഡ് എലിമിനേറ്റ് ഗവൺമെൻറ് സബ്സിഡി ഫോർ കോൾ, ഗ്യാസ് ആൻഡ് ഓയിൽ കമ്പനീസ്. ഓയിലിനായാലും ഗ്യാസിനായാലും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ സബ്സിഡീസ് ഇടുന്നുണ്ട്. അതൊക്കെ നമ്മൾ നിർത്തിവെക്കണം. We need to end the free ride that industrial polluters have been given in the name of a free market economy. അപ്പോൾ എന്താണ്, സ്വതന്ത്ര കമ്പോള വ്യവസ്ഥ എന്ന് നമ്മൾ പറയും. ഓക്കെ, അതാണ് ഈ ഫ്രീ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത്. അത് ഫ്രീ റൈറ്റ് ദാറ്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടേഴ്സ് ഹാവ് ബീൻ ഗിവൺ എന്ന് പറയുമ്പം അവർ യാതൊരു ലിമിറ്റേഷൻസും വെക്കാതെ അവരിങ്ങനെ പല രീതിയിലും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഡോണ്ട് ഡിസേർവ് അവർ ടാക്സ് ഡോളേഴ്സ്. അവർക്ക് എന്താണ്, നമ്മുടെ നികുതി പണം അവർക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് ഹാനികരമായിട്ടുള്ള ഗ്യാസസ് പുറത്ത് വിടുന്നു, നമ്മുടെ കുളങ്ങൾ, എല്ലാ സോഴ്സുകളും, വെള്ളത്തിൻ്റെ എല്ലാ സോഴ്സുകളും മലിനീകരിക്കപ്പെടുന്നു. എന്നിട്ട് നമ്മൾ അവർക്ക് ടാക്സും കൊടുക്കാം. ദേ ഡിസേർവ് അവർ സ്ക്രൂട്ടണി. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ നിരീക്ഷണമാണ് അവർക്ക് ആവശ്യം. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എന്തൊക്കെ തെറ്റുകളുണ്ടോ നമ്മൾ നോക്കണം. അതല്ലാതെ നമ്മൾ കുറേ ടാക്സ് കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കാർബൺ എമിഷൻ, എത്ര ഗ്യാസസ് ആണോ അവർ പുറത്ത് വിടുന്നത് അത്രയും അവർക്ക് ഫൈൻ കൊടുക്കുക. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡീസൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. നമ്മൾ അർഹിക്കുന്ന സാധനങ്ങൾ നേടാനായിട്ട് എന്തിനാണ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം, എക്സ്ട്രാ ടാക്സ് കൊടുക്കണം? ഫോർ ദ എക്കണോമി ഇറ്റ് സെൽഫ് വിൽ ഡൈ ഇറ്റ് ഫോർ എക്കോസിസ്റ്റം കൊളാപ്സ്. നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി, നമ്മുടെ ചുറ്റുപാടും തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥയും അതിൻ്റെ ഒപ്പം തന്നെ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്യുക. The good news is that renewable energy is not only achievable but good economic policy. ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, പുനരുപയോഗം അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു നല്ല സാമ്പത്തിക നയമാണ്. ഇപ്പം നമുക്കറിയാം, പ്ലാസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ത്രോ ചെയ്യുമ്പോൾ അത് വീണ്ടും റിന്യൂവബിൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് വീണ്ടും ഓരോ സാധനങ്ങളാവാണ്. അതല്ലാതെ അത് കത്തിച്ച് കളയാനോ മണ്ണിൽ നമ്മൾ ഉപേക്ഷിക്കാനോ പാടില്ല. അത് നമുക്ക് ഹാനികരമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഓരോ എനർജീസും. അതെപ്പോഴും നമുക്ക് സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം കൂടി കൂട്ടും. This is not a partisan debate. It is a human one. Clear air and water and a livable climate are inalienable. Inalienable എന്ന് പറഞ്ഞാൽ എന്താണ്, അന്യാധീനപ്പെടുക. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ പാർട്ടീഷൻ ഡിബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ഷപാതത്തിൻ്റെ ഒരു ഡിബൈറ്റ് അല്ല, ചർച്ചയല്ല. ഇത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്.
നല്ല ക്ലീൻ ആയിട്ടുള്ള വായു, വെള്ളം, അതുപോലെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ലിവബിൾ ക്ലൈമറ്റ്, ഇതെല്ലാം ആർ ഇൻഅലൈനബിൾ ഹ്യൂമൻ റൈറ്റ്സ്, അന്യാധീനപ്പെടുന്ന മനുഷ്യാവകാശങ്ങളാണ്. നമുക്കിന്ന് പലതും അതെന്താണ്, അന്യം നിന്ന് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കത് കിട്ടുന്നില്ല. ആൻഡ് സോൾവിങ് ദിസ് ക്രൈസിസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പൊളിറ്റിക്സ്. ഇത് ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്നല്ല ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് അവർ സർവൈവൽ. ഇത് നമ്മുടെ അതിജീവനത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. അല്ലാതെ ഇതൊരു ഭരണകൂടത്തിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒന്നല്ല. നമ്മുടെ ഓരോ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ അല്ലെങ്കിൽ അതിജീവനത്തിനെ കമ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വി ഓൺലി ഗെറ്റ് വൺ പ്ലാനറ്റ്. നമുക്ക് ഒരു പ്ലാനറ്റുള്ളൂ, അറിയാലോ, എർത്ത്, ഭൂമി. ഹ്യൂമൻ കൈൻഡ് മസ്റ്റ് become accountable on a massive scale for the wanton destruction of our collective home. അപ്പോൾ ഈ wanton എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാതെ, അപ്പോൾ നിയന്ത്രണമില്ലാതെ നമ്മുടെ കളക്റ്റീവ് ഹോം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീടാണ് നമ്മുടെ ഭൂമി. അതിനെ നമ്മൾ ഡിസ്ട്രക്ട് ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊട്ടക്റ്റിംഗ് അവർ ഫ്യൂച്ചർ ഓൺ ദിസ് പ്ലാനറ്റ് ഡിപ്പെൻഡ് ഓൺ ദ കോൺഷ്യസ് ഇവല്യൂഷൻ ഓഫ് അവർ സ്പീഷ്യസ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ, ഭാവിയിലേക്ക് വേണ്ടി ഈ ഒരു എർത്തിനെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ഓൺ ദ കോൺഷ്യസ് ഇവല്യൂഷൻ, ബോധപൂർവമായിട്ടുള്ള വികസനം ഓഫ് അവർ സ്പീഷ്യസ്, ഓരോ വംശത്തിൻ്റെയും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഭാവിയിലേക്ക് ഈ ഒരു പ്ലാനറ്റിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് വരാനായിട്ട്. കോൺഷ്യസ് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ടുള്ള വികസനം. പല വികസനങ്ങളും നല്ലതാണ്, പക്ഷെ അത് ബോധപൂർവമാണ്. നാളേക്ക് നമ്മളെ അത് ഹാനികരമാക്കുമോ, നമുക്ക് ദോഷമാകുമോ എന്നൊക്കെ അറിഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ആരുടെ ദോഷത്തിനാണ്? സ്പീഷ്യസ്, വംശം. നമ്മുടെ മനുഷ്യന്മാരായാലും മൃഗന്മാരായാലും അതല്ലെങ്കിൽ പ്ലാന്റ്സ്, ചെടികളുടെ ആയാലും. ദിസ് ഇസ് ദ മോസ്റ്റ് അർജൻറ്റ് ഓഫ് ടൈംസ് ആൻഡ് ദ മോസ്റ്റ് അർജൻറ്റ് ഓഫ് മെസ്സേജ്. ഇതാണ് ഏറ്റവും അർജൻ്റ് ആയിട്ടുള്ള സമയം. അതുമാത്രമല്ല, ഏറ്റവും പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജും സന്ദേശങ്ങൾ. ഹാർനേറ്റ് ഡെലഗേറ്റ് ലീഡേഴ്സ് ഓഫ് ദ വേൾഡ്, ഐ പ്രിട്ടൻഡ് ഫോർ എ ലിവിങ്. അപ്പോൾ എല്ലാ പ്രതിനിധികളെയും കൊണ്ട് അഭിമാനപൂർവ്വം അവരോട് പറയാണ്, ഐ പ്രിട്ടൻഡ് ഫോർ എ ലിവിങ്. ഞാൻ അഭിനയിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ബട്ട് യു ഡു നോട്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആവരുത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ജോബ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക വരുമാനം എങ്ങനെയാണ്? അഭിനയിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിനയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ആക്ടറാണ്. The people made their voices heard on Sunday around the world and the momentum will not stop. And now it's your turn. അപ്പോൾ നമുക്കറിയാം, ഓരോ സ്ട്രീറ്റിലേക്ക് നമ്മൾ പറഞ്ഞു, ന്യൂയോർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ മാർച്ച് നടത്തുന്നുണ്ട്. അവർ അവരുടെ ശബ്ദം ഉയർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ആ ഒരു മൊമെൻറ്റത്തിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നൗ ഇറ്റ്സ് യുവർ ടേൺ. ഇനി ഇത് നിങ്ങളുടെ ടേൺ ആണ്. ദ ടൈം ടു ആൻസർ ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഓഫ് അവർ എക്സിസ്റ്റൻസ് ഓൺ ദിസ് പ്ലാനറ്റ് ഈസ് നൗ. അപ്പോൾ ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു വെല്ലുവിളിയെ ഏറ്റെടുത്ത് ഇതിലേക്ക് ഒരു ആൻസർ തരണം. വി ബെഗ് ഓഫ് യു ടു ഫേസ് ഇറ്റ് വിത്ത് കറേജ് ആൻഡ് ഹോണസ്റ്റി. താങ്ക് യു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എങ്ങനെയാണ്? ധൈര്യത്തോടും അതുപോലെ സത്യസന്ധതയോടും കൂടിയിട്ട് ഈ ഒരു പ്രശ്നത്തിനെ നിങ്ങൾ ഫേസ് ചെയ്യുക. താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ ചാപ്റ്ററിൽ നമ്മുടെ പ്രകൃതിയെ നിങ്ങൾ എത്രത്തോളം സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള മെസ്സേജാണ്. ഈ പ്രകൃതിയെ സംരക്ഷിക്കാതെ വരുമ്പോഴാണ് ക്ലൈമറ്റിൽ പല ചേഞ്ചസും വരുന്നത്. അത് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ പ്ലാനറ്റിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതാണ് ഇതിൽ പറയുന്ന മെസ്സേജ്. ഇതിൽ കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. അത് നിങ്ങളെടുത്ത് എഴുതി വയ്ക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. റീഡ് ആൻഡ് റെസ്പോണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. Why did the people march in the streets of New York? ന്യൂയോർക്കിലെ സ്ട്രീറ്റിലേക്ക് ആൾക്കാർ ജാഥ പോലെ പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? The people marched in the streets of New York to show their concern for climate change and demanding solution for the ക്ലൈമറ്റിക് ക്രൈസിസ്. അപ്പോൾ അവർക്ക് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനോട് ഒരു കരുതലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ആൻഡ് ഡിമാൻഡിങ് സൊല്യൂഷൻ ഫോർ ദ ക്ലൈമറ്റിക് ക്രൈസിസ്, ഈ ക്ലൈമറ്റിൻ്റെ ഈ ഒരു പ്രശ്നത്തിനെതിരെ എന്താണ് കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ മാർച്ച് നടത്തിയത്. ഗവൺമെൻറ്റിനോടാവും അവർ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് എത്രത്തോളം പുറത്തു പോകുന്നുണ്ടോ, കാർബൺ എമിഷനെ പ്രൈസ് ടാഗ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സബ്സിഡീസ് ഗവൺമെൻറ്റിൻ്റെ നമുക്കെല്ലാം നിക്ഷേപിക്കാം, വെറുതെ നമ്മൾ ഫ്രീ ആയി അവർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് ആയിരിക്കാം അവർക്കും ഉണ്ടായിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലൈമറ്റ് ക്രൈസിസ്, ഈ ഒരു കാലാവസ്ഥ കൊണ്ടുള്ള ദുരിതങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ടുവേർഡ്സ് ക്ലൈമറ്റ് ചേഞ്ച്? ഈ മനുഷ്യന്മാർക്ക് ഈ ഒരു കാലാവസ്ഥ മാറ്റങ്ങളോടുള്ള രീതി എന്താണ്, അവരുടെ പ്രവണത? ഹ്യൂമൻ ബീങ്സ് ഡോണ്ട് ടേക്ക് ക്ലൈമറ്റിക് ചേഞ്ച് ആസ് എ സീരിയസ് ഇഷ്യൂ. അത് അവർക്കൊരു വലിയ പ്രശ്നമായിട്ട് അവർ എടുത്തിട്ടില്ല.
ദേ തിങ്ക് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇമാജിനറി തിങ് ആൻഡ് ഇറ്റ് വുഡ് ഗോ അവേ സംഹൗ. അപ്പോൾ അവരിത് സാധാരണമായിട്ടൊരു സാങ്കല്പികമായിട്ടുള്ള എന്തോ സംഭവം നടക്കുന്ന പോലെ അവർ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു, കുറച്ച് കഴിഞ്ഞാൽ പോകും. നല്ലൊരു വെയിൽ വന്നു, കുറച്ച് കഴിഞ്ഞാൽ പോകും. അങ്ങനെ അവരത് ഏറ്റെടുക്കുന്നുള്ളൂ. അതല്ലാതെ ഈ മഴയും വെയിലും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത് എന്തെങ്കിലും ക്ലൈമറ്റിക് ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ ക്രൈസിസ് ആണെന്ന് മനസ്സിലാക്കുന്നില്ല. വാട്ട് ആർ ദ അൺഡിനൈബിൾ ക്ലൈമറ്റ് ഇവൻറ്റ്? അൺഡിനൈബിൾ, നിഷേധിക്കാനാവാത്ത ക്ലൈമറ്റിക് കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. ദാറ്റ് ആർ ഹാപ്പനിങ് നൗ. ഇന്ന് സംഭവിക്കുന്നത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അങ്ങനെ? ദ അൺഡിനൈബിൾ ക്ലൈമറ്റ് ഇവൻറ്റ്സ് ആർ എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. എന്താ പറയുക, നമ്മൾ പറഞ്ഞു ഒരു അറ്റത്തേക്ക് അങ്ങേ അറ്റമാവുന്ന ആ ഒരു എക്സ്ട്രീം, അതിൻ്റെ ഒരു അവസാന തലം എന്ന് പറയുന്ന പോലെ അങ്ങേയറ്റം എന്നാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് എക്സ്ട്രീമിൻ്റെ കേട്ടോ. ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ചൂട് വരികയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ട് അങ്ങേയറ്റം ചൂട്. ആൻഡ് മെൽറ്റിംഗ് ഐസ് ഷീറ്റ് ഫ്രം വെസ്റ്റ് അന്റാർട്ടിക്ക ആൻഡ് ഗ്രീൻലാൻഡ്. അത് നമ്മൾ പറഞ്ഞു, അവിടെ ഐസ് ഷീറ്റ്സ് ഉണ്ട് വെസ്റ്റ് അന്റാർട്ടിക്കയിലും ഗ്രീൻലാൻഡ്സിലൊക്കെ. അതൊക്കെ നന്നായിട്ട് ഉരുകി പോവുക. കാരണം അത്രയ്ക്കും വെയിലാണ്, ചൂടാണ്. പണ്ട് വെയിലുണ്ടായിരുന്നെങ്കിലും ഈ അന്റാർട്ടിക്ക, ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെ ഈ ഒരു ഐസൊന്നും ഉരുകി പോകുന്നില്ല. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫിക്കൽട്ട് ടാസ്ക് ദാറ്റ് വി ഫേസ്? നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് എന്താണ്? ദ ഡിഫിക്കൽട്ട് ടാസ്ക്, ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത്, വി ഫേസ് ഈസ് ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ ദ ക്ലൈമറ്റിക് ചേഞ്ച്. ഒരു ക്ലൈമറ്റിക് ചേഞ്ച്, ഒരു കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ തയ്യാറാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രയാസകരമായിട്ടുള്ള പ്രവൃത്തി. വാട്ട് ഹാപ്പൻസ് വെൻ ആൻ എക്കോസിസ്റ്റം കൊളാപ്സ്? നമ്മുടെ ഇവിടെയുള്ള ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വ്യവസ്ഥ, നമ്മൾ ജീവിക്കുന്ന ആ ഒരു വ്യവസ്ഥ തകർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വെൻ ആൻ എക്കോസിസ്റ്റം കൊളാപ്സ് ദ എക്കണോമി ഇറ്റ് സെൽഫ് വിൽ ഡൈ. ഈ ഒരു ആവാസ വ്യവസ്ഥ നശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്യും? മരിച്ചു പോകും. കാരണം ചുറ്റുപാടിൽ നിന്നാണ് നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കിയത്. എന്താ ഈ ചുറ്റുപാടിലെ ഓരോന്നാണ്. മരങ്ങളായാലും ചെടികളായാലും മണ്ണായാലും ഇവിടെ നിന്നുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടാണ് നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. എങ്ങനെയാണ്? ഓരോ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ട്. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥ, നമ്മുടെ ഈ ഒരു ചുറ്റുപാടില്ലെങ്കിൽ നമുക്ക് ക്യാഷും ഇല്ല. നെക്സ്റ്റ് സിക്സ്ത് വൺ, വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് റിന്യൂവബിൾ എനർജി ഇൻ ഫ്യൂച്ചർ? ഭാവിയിൽ ഈ റിന്യൂവബിൾ എനർജി നമ്മൾ പറഞ്ഞു വീണ്ടും പുനരുപയോഗിച്ച് അല്ലെങ്കിൽ പുനരുപയോഗിച്ച് നടത്തുന്ന ആ ഒരു എനർജി, അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്? മേഖലകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം എന്തൊക്കെയായിരിക്കും? ദ സ്കോപ്പ് ഓഫ് റിന്യൂവബിൾ എനർജി ഈസ് ഗുഡ്. അപ്പം നല്ല സ്കോപ്പൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇറ്റ് ഈസ് അച്ചീവബിൾ ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് എക്കണോമിക് പോളിസി. അത് നമുക്ക് നേടാൻ പറ്റുന്നവയാണ്. അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നേടാൻ പറ്റുന്നവയാണ്. അതുമാത്രമല്ല അതൊരു ഗുഡ് എക്കണോമിക് പോളിസിയാണ്. ഒരു സാമ്പത്തിക വ്യവസ്ഥയും കൂടി നല്ലതാണത്. കാരണം എന്താ, നമുക്കിങ്ങനെ ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ വേസ്റ്റായിട്ട് കളയാണ്ട് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വീണ്ടും ക്യാഷ് കിട്ടും. അതുപോലെ തന്നെയാണ് എനർജിയുടെ കാര്യം പറയണത്. സെവൻത്ത് വൺ, സോൾവിങ് ദ ക്രൈസിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് അവർ സർവൈവൽ. എക്സ്പ്ലെയിൻ. സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവനം. അതിജീവനത്തിൻ്റെ സോൾവിങ് ദ ക്രൈസിസ്, ഈ ഒരു ക്രൈസിസ്, ഈ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് അവർ സർവൈവൽ. നമ്മുടെ അതിജീവനത്തിലോട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യചിഹ്നമാണ് നിങ്ങൾ ഈ ഒരു ക്രൈസിസ്, ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യൂ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ക്ലീൻ എയർ ആൻഡ് വാട്ടർ ആൻഡ് എ ലിവബിൾ ക്ലൈമറ്റ് ആർ എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ. നമ്മുടെ അതിജീവനത്തിന് നല്ല ക്ലീൻ ആയിട്ടുള്ള വായു, വെള്ളം, അതുപോലെ ജീവിക്കാൻ പറ്റുന്ന ക്ലൈമറ്റ്. നല്ല ചൂട് വന്ന ആൾക്കാർ കേട്ടിട്ടില്ലേ? നല്ല ചൂടത്തെ ആൾക്കാർ തല ചുറ്റി വീണ് മരിച്ചു അങ്ങനെയൊക്കെ. അതുപോലെ പൊള്ളലേൽക്കുക. അപ്പോൾ ലിവബിൾ ക്ലൈമറ്റ്, നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു ക്ലൈമറ്റ് നമുക്ക് അതിജീവനത്തിന് അത്യാവശ്യമാണ്, എസെൻഷ്യലാണ്. ബട്ട് വി ഹാവ് ദ ക്രൈസിസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ത്രെട്ടനിങ്. പക്ഷേ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ത്രെട്ടനിങ് അസ്, നമുക്കൊരു ഭീഷണി ആയിക്കൊണ്ടിരിക്കുക. ത്രെട്ടനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റം. വി ഹാവ് ടു സോൾവ് ദിസ് ക്രൈസിസ്. ഈ ഒരു ക്രൈസിസ് നമുക്ക് സോൾവ് ചെയ്യണം. എയ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഇസ് ദ പ്രസൻറ്റ് ദ മോസ്റ്റ് അർജൻറ്റ് ഓഫ് ടൈം? അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥേനെ നമ്മൾ പറയുന്നത് മോസ്റ്റ് അർജൻറ്റ് ഓഫ് ടൈംസ് എന്നാണ്. ഏറ്റവും അടിയന്തരമായ അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ അവസ്ഥ എന്നാണ് നമ്മളിതിനെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തിന്. എന്തുകൊണ്ട്?
The present is the most urgent of times because there is a wanton destruction of our collective home. എന്താണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് ഈ wanton എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഡിസ്ട്രക്ഷൻ, നശിപ്പ് അല്ലെങ്കിൽ നാശമാണ് വരാൻ പോകുന്നത്. എന്ത്? ഓഫ് അവർ കളക്റ്റീവ് ഹോം. കളക്റ്റീവ് ഹോം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീടാണ് ഈ ഭൂമി. അതിലേക്ക് ഏറ്റവും വലിയ നാശം, നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയ്ക്കും നാശമാണ് വരുന്നത്. അൺലെസ് വി ടേക്ക് ആക്ഷൻ നൗ ഇറ്റ് വിൽ ബി ടു ലേറ്റ്. ഇപ്പോഴെങ്കിലും നമ്മൾ ഇതിനെതിരെ ഒരു പ്രവർത്തനം, ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് ഇറ്റ് വിൽ ബി ടു ലേറ്റ്. എന്താണ്? അത് ഒരുപാട് വൈകി പോകും. പിന്നെ നമുക്ക് പിടിച്ചാൽ കൂടി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ മോസ്റ്റ് അർജൻറ്റ് ഓഫ് ടൈംസ് എന്ന് പറയുന്നത്. ഏറ്റവും അടിയന്തരമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള സമയമാണ് ഇത് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളോട് ഇതിനെതിരെ ഒരു കാലെടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ ഫസ്റ്റ് വൺ, ലെറ്റ്സ് റിവൈസ് ആൻഡ് റിഫ്ലക്റ്റ്. ആസ് ആൻ ആക്ടർ ഐ പ്രിട്ടൻഡ് ഫോർ എ ലിവിങ്, വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ? അപ്പോൾ ഇവിടെ നമ്മുടെ സ്പീക്കറായിട്ടുള്ള ആൾ പറയുന്നുണ്ട്, ഞാൻ ആസ് ആൻ ആക്ടർ, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്. പ്രിട്ടൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, നടിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ എന്താണ് ഇവിടെ ഈ സ്പീക്കർ ഉദ്ദേശിക്കുന്നത്? ദ സ്പീക്കർ ഇസ് എ ഫിലിം ആക്ടർ. നമ്മൾ പറഞ്ഞു ടൈറ്റാനിക്കിലെ നമ്മുടെ നായകനാണ്. സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഫിലിം ആക്ടറാണ് ബൈ പ്രൊഫഷൻ. ആളുടെ ജോലി അങ്ങനെയാണ്. ആൻഡ് ഹീ പ്ലേസ് ഫിക്റ്റീഷ്യസ് ക്യാരക്ടേഴ്സ് ആൻഡ് സോൾവ് ഫിക്റ്റീഷ്യസ് പ്രോബ്ലം. സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രമാണ് ആൾ അതിൽ അഭിനയിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ആൻഡ് സോൾവ് ഫിക്റ്റീഷ്യസ് പ്രോബ്ലം, സാങ്കല്പികമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്. ഹീ ബിലീവ് ദാറ്റ് മാൻകൈൻഡ് ഹാസ് ലുക്ക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് ഇഫ് ഇറ്റ് വെയർ എ ഫിക്ഷൻ. ഹീ ബിലീവ്സ്, അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്? നമ്മുടെ മനുഷ്യന്മാർ ഇതുപോലെയാണ് കാലാവസ്ഥയെ കാണുന്നത്. ഇഫ് ഇറ്റ് വെയർ എ ഫിക്ഷൻ, അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് ഈ ഒരു കാലാവസ്ഥ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. നല്ല വെയിൽ വന്ന ആൾക്കാർ മരിച്ചു പോകുമ്പോഴും അക്കോടും ചൂടിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഒരു സാങ്കല്പിക കഥാപാത്രം, നമുക്കല്ലല്ലോ അവർക്കല്ലേ സംഭവിച്ചത് എന്നുള്ള രീതികൾ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫിക്ഷൻ, ഇറ്റ്സ് എ റിയാലിറ്റി. ഇതെന്താണ്? ഒരു സാങ്കല്പികമായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊരു തോന്നലല്ല, ഇത് സത്യാവസ്ഥയാണ്, റിയാലിറ്റിയാണ്. വി ഷുഡ് അപ്രോച്ച് ഇറ്റ് വിത്ത് അവർ കോൺഷ്യസ്, എന്താണ്? കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബോധവാന്മാരായിട്ടുള്ള മൈൻഡോട് കൂടി നമ്മൾ ഈ ഒരു പ്രശ്നത്തിനെ നേരിടണം. ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ടു പ്രിവെൻറ്റ് എക്സ്ട്രീം വെതർ. ഇത്രയും അങ്ങേയറ്റമുള്ള കാലാവസ്ഥേനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? അതിൻ്റെ എതിരെ നമുക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുക, തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ടു മേക്ക് ലൈഫ് പോസിബിൾ ഓൺ അവർ പ്ലാനറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പ്ലാനറ്റിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി. ടു മേക്ക് ലൈഫ് പോസിബിൾ, ജീവൻ വേണമല്ലോ ഓരോ വ്യക്തിക്കും, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വി ഷുഡ് അപ്രോച്ച് ഇറ്റ് വിത്ത് അവർ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബോധവാന്മാരായിട്ടുള്ള ഓരോ മൈൻഡ് കൊണ്ടും നമ്മൾ ആ പ്രശ്നത്തിനെ നേരിടുക. ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ടു പ്രിവെൻറ്റ് എക്സ്ട്രീം വെതർ, അങ്ങേയറ്റമുള്ള കാലാവസ്ഥയെ തടയാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നോക്കുക. വെദർ ഇവൻറ്റ്സ് ടു മേക്ക് ലൈഫ് പോസിബിൾ ഓൺ അവർ പ്ലാനറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പ്ലാനറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്പീച്ച്? ഇപ്പം നമ്മളൊരു സ്പീച്ച് ഈ ചാപ്റ്ററിൽ പഠിച്ചു. അതിൻ്റെ മെസ്സേജ്, അതിൻ്റെ ആ ഒരു സന്ദേശം എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെഡ്. നമ്മുടെ സുരക്ഷിതത്വത്തിനുള്ള ഒരു ഭീഷണിയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത്. അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആർ ഹാപ്പനിങ് അറ്റ് അൺപ്രസിഡൻറ്റ് റേറ്റ് ഡിക്കേഡ്സ് എഹെഡ് ഓഫ് സയൻറ്റിഫിക് പ്രൊജക്ഷൻ. അപ്പോൾ ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള ഒരുപാട് എഫക്ട്സ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനങ്ങൾ വരെ പോകുന്നുണ്ട്. അതുമാത്രമല്ല, സയൻറ്റിഫിക്കായിട്ട് സയൻറ്റിസ്റ്റുകളൊക്കെ ഇത് പ്രൊഗണൈസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു ചാപ്റ്ററിൽ. People of the world have made their voice heard around the world about the hazard of climatic change. ഈ ഭൂമിയിലെ പീപ്പിൾ ഓഫ് ദ വേൾഡ് ഹാവ് മെയ്ഡ് ദെയർ വോയിസ് ഹിയേർഡ്. കുറേ ആൾക്കാർ ഈ വേൾഡ് അറിയുന്ന രീതിയിൽ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടില്ലെങ്കിൽ ഹാവ് മെയ്ഡ് ദെയർ വോയിസ് ഹിയേർഡ് അറൗണ്ട് ദ വേൾഡ് അബൌട്ട് ദ ഹസാർഡ് ഓഫ് ക്ലൈമറ്റിക് ചേഞ്ച്. ക്ലൈമറ്റിൻ്റെ, കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന എല്ലാ നാശങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിളാണ് ആ സ്ട്രീറ്റിലേക്ക് നടന്ന ആ ഒരു മാർച്ച് എന്ന് പറയുന്നത് കേട്ടോ, ജാഥ. ഇറ്റ് ഈസ് എ ഡിസാസ്റ്റർ ഗ്രോൺ ബിയോണ്ട് ഇൻഡിവിജ്വൽസ് കൺട്രോൾസ്. നമ്മൾ ഓരോ വ്യക്തിയുടെ കൺട്രോൾ, നിയന്ത്രണത്തിലോ അത് നിൽക്കില്ല. അത് നിൽക്കാത്ത ഒരു ഡിസാസ്റ്റർ, ഒരു അപകടമാണ് അത്. ദ വേൾഡ് ലീഡേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് ഡെലിഗേറ്റ് ഷുഡ് ജോയിൻ ടുഗദർ ടു ഫേസ് ദിസ് ചാലഞ്ച് വിത്ത് കറേജ് ആൻഡ് ഹോണസ്റ്റി. നമ്മുടെ വേൾഡിലെ പല ലീഡേഴ്സും
ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ സർക്കാരുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരുമിച്ച് വേണം ഈ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി മുന്നോട്ടിറങ്ങാൻ. എങ്ങനെ? ധൈര്യത്തോടും അതുപോലെ സത്യസന്ധതയോടും. ഇഫ് വി ഡു നോട്ട് ആക്ട് ടുഗദർ വി വിൽ ഷുവർലി പെരിഷ്. നമ്മൾ നല്ല രീതിയിൽ ഒരുമിച്ച് നിന്ന് ഇതിൻ്റെ എതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോവും. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇതിലിപ്പോൾ എല്ലാതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. എന്നാലും ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ലൈൻസ് നിങ്ങളൊന്ന് എടുത്ത് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ ആൻസറും നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ബാക്കി ആക്ടിവിറ്റീസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അതും ചോദിക്കുക കേട്ടോ. താങ്ക് യു.